തിരുവനന്തപുരത്ത് ആര്യനാട് സ്വകാര്യ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. 13 വിദ്യാർത്ഥികളും ആയയുമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. 2 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവർ ആര്യനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ചികിത്സയിലാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കൈരളി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 4 മണിയോടെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ബസ് മരത്തിലിടിച്ചത്. വളരെ സ്പീഡൊന്നുള്ളതായിട്ട് പരിസരത്ത് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു ബദാം മരത്തിലേക്ക് ഇടിച്ച് കയറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. 12 കുട്ടികൾക്കാണ് ഈ അപകടത്തിൽ പറ്റിയത്. ഈ ആയക്ക് ചെറിയ പൊട്ടലുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു കുട്ടികളുടെ ചുണ്ടും പല്ലും ഒക്കെ തന്നെ ഇടിക്കുകയും അതുപോലെ നെറ്റിയും കവിളിടമൊക്കെ തന്നെ ഇടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ആര്യനാട് പള്ളിവേട്ട റോഡിൽ കടുവക്കുഴി ഭാഗത്ത് റോഡിൽ നിന്ന് വലത്തുവശത്തേക്ക് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനം മരത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. 13 വിദ്യാർത്ഥികളാണ് അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത്. വിഘ്നേഷ് എന്ന വിദ്യാർത്ഥിയും സജ്ന എന്ന ആയയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരുടെയും നില ഗുരുതരമല്ല. പരിക്കേറ്റ മറ്റു വിദ്യാർത്ഥികൾ ആര്യനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാണ്. അതേസമയം വാഹനത്തിന്റെ അമിത വേഗതയാണോ അപകട കാരണമെന്ന് പോലീസ് പരിശോധിക്കുന്നു. ഇതിന്റെ ഭാഗമായി ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.